രാമേന്ദ്രൻ അങ്കിള് ആള് നാട്ടിൽ പോയല്ലേ? നാട്ടിൽ പോയോ? അതെ, സംസാരിക്കാൻ പോലും വയ്യാതിരിക്കുന്ന അവസ്ഥയില് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? നാട്ടിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് അസുഖമൊക്കെ മാറ്റിയിട്ട് വരട്ടെ എന്ന് വെച്ചു. ഞങ്ങളോട് എന്തെങ്കിലും പറയാനോ പിന്നെ എന്തെങ്കിലും ഏൽപ്പിക്കാനോ പറഞ്ഞിരുന്നു? ഇല്ലല്ലോ. ഓക്കെ, അങ്കിൾ വരുമ്പോൾ ഞങ്ങളൊന്ന് അറിയിക്കണേ. എൻ്റെ നമ്പർ തരാം. പറഞ്ഞോ. എഴുതിക്കോ. 98465404. ശരി, അപ്പൊ ഞാൻ വിളിച്ചോളാം. ഓക്കെ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. ഹായ്. വാ സഞ്ജയേട്ടാ. ഹായ് കിരൺ. ഹായ്. ഹായ് ദുർഗ. എന്തൊക്കെയുണ്ട് വാർത്തകൾ? മീഡിയക്കാരായതുകൊണ്ടാണോ അങ്ങനൊരു ചോദ്യം? ചോദിച്ചെന്നേ ഉള്ളൂ. ദുർഗയുടെ അനിയത്തി ഞങ്ങളുടെ സഹപ്രവർത്തകയായി വന്നാണ് പുതിയ വാർത്ത. അഷിത ഓഫീസിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ചാനലിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ അതുകൊണ്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ കാര്യങ്ങൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അവിടുന്ന് ഒരാളെ തന്നെ മോഹന വാഗ്ദാനങ്ങൾ നൽകി താര പോസ്റ്റിംഗ് കൊടുത്തു. അത്രയുള്ളൂ. സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നും എല്ലാവരും അവളെ ബഹുമാനിക്കണമെന്നും ഒക്കെ അഷിതയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി കഷ്ടപ്പെടാനോ പടിപടിയായി ഉയർന്നു വന്ന് എല്ലാം നേടിയെടുക്കാനുള്ള ക്ഷമയൊന്നും അഷിക്കില്ല. അതാ അവളിങ്ങനെ താരയുടെ പിന്നാലെ പോകുന്നതും അവളുടെ ഓഫറുകളിൽ വീഴുന്നതും. ഇതൊന്നും നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളല്ലേ? താരയുടെ ആവശ്യം കഴിയുമ്പോൾ അവൾ അഷിത അവിടെ നിന്ന് പറഞ്ഞുവിടും. അല്ലാതെ കാലാകാലം അവിടെ നിർത്തി ശമ്പളം കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. ചേട്ടൻ വാ. ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരും ആ സമയത്തെ നിലനിൽപ്പിന്റെ കാര്യം തന്നെയാ ചിന്തിക്കുന്നത് കിരൺ. മാറ്റങ്ങൾ നിമിഷം പ്രതി സംഭവിക്കുന്ന ഈ കാലത്ത് ഭാവിക്കൊന്നും ഒരു ഉറപ്പുമില്ല. ഞാനും താരയുടെ ചാനലിൽ ഇഷ്ടത്തോടെ ജോയിൻ ചെയ്യുന്നല്ലോ. എന്റെ അവസ്ഥ അവൾ മുതലാക്കി ഓഫറുകൾ ചാടിച്ചല്ലേ. അങ്ങനെ നോക്കുമ്പോ ഞാനും അഷിതയൊക്കെ ഒരേ തൂവൽ പക്ഷികളാ. ഹേയ്, അങ്ങനെ പറയാൻ പറ്റില്ല. സഞ്ജയ് ചേട്ടന് ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിയാലോ. അതിൽ ചേട്ടൻ നമ്പർ 1 സ്ഥാനത്താ. അഷിതയുടെ അവസ്ഥ അതല്ലല്ലോ. അതെ, താരയെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അഷിതയുടെ കാര്യത്തില് എനിക്ക് നല്ല പേടിയുണ്ട്. താരയുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ അവൾ അഷിതയെ ഉപയോഗിക്കും. അതിന് അവൾ അഷിതയെ ഏതെങ്കിലും കെണിയിൽ പെടുത്താനും മടിക്കില്ല. ശരിയാ, അതിന് സാധ്യതയുണ്ട്. എപ്പോഴും ഒരു കരുതലുള്ളത് നല്ലതാ. ധോനിമോൾ എത്തിയോ? ഞങ്ങൾ ഇറങ്ങും മുമ്പേ മോളിങ്ങ് പോന്നായിരുന്നു. ക്ലാസ്സിലുണ്ടാവും, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. ശരി. ധോനിമോൾക്ക് അച്ഛനെ സ്കൂളിൽ വെച്ച് കാണുന്നതാ കൂടുതൽ ഇഷ്ടം. അതെന്താ? ഇവിടെ വേറെ ആരുടെ ശല്യമില്ലല്ലോ. ഓ ശരി.